ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാത്ത ഒത്തിരി പേരുണ്ട്. ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് മൂണിൻ്റെ അവസ്ഥയിലായിരുന്നു. മൂണിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു ഇല്യൂഷനിൽ പെട്ട അവസ്ഥ, അത്രമേൽ ദുഃഖത്തിലായിരുന്ന അവസ്ഥ, തൻ്റെ ദുഃഖങ്ങൾ ആരോടും പറയാൻ പറ്റാതെ അത്രമേൽ വിഷമിച്ചിരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്തൊരു പേഴ്സൻ്റെ എനർജി. നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാത്ത അവസ്ഥ. ഒരു നദിയിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ നദിയിൽ നിന്ന് നീന്തി കരകയറാനായിട്ട് നമുക്ക് സാധിക്കില്ല. അഥവാ കര കയറിയാലും ശരിയായ ദിശ നമുക്ക് മനസ്സിലാവില്ല. ഒരു ഭാഗത്ത് പ്രകാശമാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരുട്ടാണ്. ഏത് ഭാഗത്തൂടെ നീന്തി കയറണം, ഏത് ഭാഗത്തിലൂടെ നടന്ന് നീങ്ങണമെന്നറിയാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ എന്നു മുതൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയോ? നിങ്ങളെ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയോ? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളെ തന്നെ ഉയർത്താൻ തുടങ്ങിയോ? നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയോ? അന്നു മുതൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വന്നു എന്ന് തന്നെയാണ് ഇവിടെ 7 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പരിശ്രമത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും അത് മാനിഫെസ്റ്റ് ചെയ്ത് സാധിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. യൂണിവേഴ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും വ്യക്തികളാണ് നമ്മളെന്ന് തിരിച്ചറിയുന്നു. യൂണിവേഴ്സിനോട് നമ്മുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയ ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത് സക്സസ് ആണ്. അതാണ് ഇവിടെ ദ സൺ കാർഡ് മീൻ ചെയ്യുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കാർഡായിട്ട് കാണാം. നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യമായാലും അത് സാധിക്കാൻ പോകുന്നു. സക്സസ്, സന്തോഷം, നിങ്ങളിലേക്കുള്ള പ്രകാശം എല്ലാം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യവും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച ഏതൊരു കാര്യവും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നു എന്നതാണ് ഇവിടുത്തെ സൺ കാർഡ് മീൻ ചെയ്യുന്നത്. അത്രമേൽ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ യൂണിവേഴ്സിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവാം, എൻ്റെ ഇന്ന കാര്യം സാധിക്കുമോ? അതെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യെസ് എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് മീൻ ചെയ്യുന്നത്. നിന്റെ ആഗ്രഹം സാധിക്കും. നീ യൂണിവേഴ്സിൽ സറണ്ടറായി, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട്, നീ എന്നു മുതൽ നിന്നെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി നീ പ്രാർത്ഥിച്ചു തുടങ്ങിയോ, അന്നു മുതൽ നിന്നിലേക്ക് ഒരു പ്രകാശം വന്നു തുടങ്ങി. അന്നു മുതൽ നീ ആഗ്രഹിച്ച കാര്യം യെസ് എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാൻ പോകുന്നു. അത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി, അത്രമേൽ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം സാധ്യമാവാൻ പോകുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്താണ് മൂൺ എന്ന് നിങ്ങൾ അറിയണം. എന്താണ് ഫുൾ മൂൺ എന്ന് നിങ്ങൾ അറിയണം. സൂര്യന് ചുറ്റും ഭൂമി വലം വയ്ക്കുന്നുണ്ട്. എന്നാൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും വലം വയ്ക്കുന്നുണ്ട്. ഇവിടെ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് പൗർണമി സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഫുൾ മൂൺ എന്ന് പറയുന്നത് റെഡ് കളറിലായിരിക്കും കാണാൻ പോവുക. ചുവന്ന ചന്ദ്രനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് മീൻ ചെയ്യുന്നത്
സൂര്യനിൽ നിന്നുള്ള പ്രകാശം അത് അത്രയും തീവ്രമായി നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നതും ഭൂമിയിൽ നിന്ന് നമ്മൾ കാണുന്നതും ചന്ദ്രനിലേക്കുള്ള സൂര്യനിൽ നിന്നുള്ള റെഡ് വലയങ്ങളെയാണ്. അവിടെ ചുവന്ന നിറത്തിലുള്ള കിരണങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ ചുവന്നതായിട്ട് കാണാൻ പോകുന്നത്, അഥവാ റെഡ് കളറായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി 4 ഘട്ടങ്ങളാണ് ചന്ദ്രനുള്ളത്. ന്യൂ മൂൺ, ഫസ്റ്റ് ക്വാർട്ടർ, ഫുൾ മൂൺ, ലാസ്റ്റ് ക്വാർട്ടർ എന്നിങ്ങനെ 4 ഘട്ടങ്ങൾ. അതിനെ നമ്മൾ ലൂണാർ ഫേസസ് എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ 8 ഘട്ടങ്ങളുണ്ട് ചന്ദ്രന്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന 4 ഘട്ടങ്ങളാണ് പറയുന്നത്. ഫുൾ മൂൺ എന്നാൽ വെളുത്തവാവ് എന്നാണ് പറയുക. സൂര്യനിൽ നിന്നും 180 ഡിഗ്രി അഥവാ 180 ഡിഗ്രി എതിർ ദിശയിൽ ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം പൂർണ്ണമായും ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കും. ഇതാണ് ഫുൾ മൂൺ. ഈ സമയത്ത് ചന്ദ്രനിലെ പ്രകാശം ഹൈ പവർ എനർജി ആയിട്ട് ഭൂമിയിൽ എത്തുന്നു. ഈ ചന്ദ്രനിലേക്ക് പതിക്കുന്ന ഈ എനർജിയെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നാഡി പോയിന്റുകളുണ്ട്. ആ നാഡി പോയിന്റിനെ ഉത്തേജിപ്പിക്കുന്നു, ഊർജം നൽകുന്നു. അതെങ്ങനെ നമുക്ക് സാധിക്കുക? മെഡിറ്റേഷനിലൂടെ. ആ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏതാണ്ട് 72,000-ഓളം നാഡി പോയിന്റുകൾ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ 72,000-ഓളം നാഡി പോയിന്റുകൾ. ഈ ഒരു ദിവസം, ഫുൾ മൂൺ എനർജി ദിവസം, ആ എനർജി ഈ നാഡി പോയിന്റുകളെയെല്ലാം ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരം അതിന് സജ്ജമാകണം. ഈ പ്രകാശം നമ്മളിലേക്ക് കിടക്കുമ്പോൾ ശരീരം മുറിച്ച് നോക്കിയാൽ നമുക്ക് ഈ 72,000 നാഡി പോയിന്റുകൾ കാണാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ഉത്തേജിപ്പിക്കാനായിട്ട് ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിപ്പിച്ചെടുക്കുവാനും ഈ മെഡിറ്റേഷനിലൂടെ, ഫുൾ മൂൺ അഫർമേഷനിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തിൽ 7 ചക്രാസ് ആണുള്ളത്. നമ്മുടെ ശിരസ്സുമായി ബന്ധപ്പെട്ട് സഹസ്രാര ചക്രയുണ്ട്. അതിനെ ക്രൗൺ ചക്ര എന്ന് പറയുന്നു. അത് സ്പിരിച്വാലിറ്റിയാണ് കാണിക്കുന്നത്, മീൻ ചെയ്യുന്നത്. 2ാമത്തെ ചക്ര ആജ്ഞ ചക്ര. അത് നമ്മുടെ തേർഡ് ഐയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അവയർനെസ്സിനെയാണ് മീൻ ചെയ്യുന്നത്. 3ാമത്തെ ചക്ര എന്ന് പറയുമ്പോൾ വിശുദ്ധി ചക്രയാണ്. അതിനെ ത്രോട്ട് ചക്ര എന്ന് പറയുന്നു. കമ്മ്യൂണിക്കേഷനെയാണ് മീൻ ചെയ്യുന്നത്. 4ാമത്തെ ചക്ര അനാഹത്ര ചക്ര. അത് ഹേർട്ട് ചക്ര എന്ന് പറയുന്നു. ലവ്, ഹീലിംഗ് എന്നൊക്കെയാണ് ഇത് മീൻ ചെയ്യുന്നത്. 5ാമത്തെ ചക്ര എന്ന് പറയുമ്പോൾ മണിപ്പുര ചക്ര. മണിപ്പുര ചക്ര എന്ന് പറയുമ്പോൾ സോളാർ ചക്ര എന്നും മീൻ ചെയ്യുന്നു. ഇത് നമ്മളുടെ വിസ്ഡം പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. 6ാമത്തെ ചക്ര എന്ന് പറയുമ്പോൾ സ്വാധിഷ്ഠാന ചക്ര. അത് നമ്മളുടെ സെക്ഷുവാലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. 7ാമത്തെ ചക്ര എന്ന് പറയുമ്പോൾ മൂലാധാര ചക്ര. അതാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. നമ്മളിലെ ബേസിക് ട്രസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ശരീരത്തിൻ്റെ 2 വശങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ, അതിനെ പാർട്ടായി നോക്കിക്കഴിഞ്ഞാൽ പിങ്കളനാഡി എന്നും ഇടനാഡി എന്നും പറയുന്നുണ്ട്.
പിങ്കള നാഡി റൈറ്റ് സൈഡിനെ സൂചിപ്പിക്കുന്നു. ഇടനാഡി ലെഫ്റ്റ് സൈഡിനെ സൂചിപ്പിക്കുന്നു. ഇടനാഡി ചന്ദ്രനുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിങ്കള നാഡി സൂര്യനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടനാഡി നട്ടലിൻ്റെ ഇടതുവശത്തൂടെയും പിങ്കള നാഡി നട്ടലിൻ്റെ വലതുവശത്തുകൂടെയുമാണ് പോകുന്നത്. ഇടനാഡി എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയെയും തണുപ്പിനെയും പകൽ സ്വപ്നങ്ങളെയും വികാരങ്ങളെയുമാണ് മീൻ ചെയ്യുന്നത്. അത് രക്തസമ്മർദ്ദം, ശരീര താപനില, ഉത്കണ്ഠ എന്നിവയെല്ലാം കൺട്രോൾ ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. പിങ്കള നാഡി പുരുഷ ശക്തിയെയും ചൂടിനെയും സൂര്യനെയും സൂചിപ്പിക്കുന്നു. അത് രക്തം, കോർട്ടിസോളിന്റെ അളവിനെ നിയന്ത്രിക്കുന്നു. വ്യക്തിപരമായ ചിന്തയെയും ഭാഷാ കഴിവിനെയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് നമുക്ക് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് അത് മെഡിറ്റേഷനിലൂടെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഫുൾ മൂൺ അഫർമേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ അനാഗത ചക്രയാണ് ഉണരുന്നത്. എങ്ങനെ നമുക്ക് അനാഗത ചക്ര ഉണർത്താമെന്ന് നോക്കാം. നമ്മൾ മെഡിറ്റേഷന് പോകുന്നതിന് മുന്ന് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം എടുത്ത് കുടിക്കുക. ശേഷം ചന്ദ്രനെ കാണത്തക്ക രീതിയിലിരിക്കണം. നമ്മളുടെ മുന്നിൽ ചന്ദ്രൻ വരുന്ന രീതിയിലിരിക്കണം. മെഡിറ്റേഷൻ പോയിന്റിലിരിക്കുക. യൂണിവേഴ്സിലെ വിശ്വസിച്ചുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി നമ്മൾ ഇരിക്കുക. ശേഷം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുക. 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അത് ഹോൾഡ് ചെയ്യുക. ശേഷം 4 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് ശ്വാസത്തെ കളയുക. അങ്ങനെ നമ്മൾ 2 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം വലത് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്ക് കൊണ്ട് ശ്വാസം എടുക്കുക. പെരുവിരൽ കൊണ്ട് വേണം മൂക്ക് അടച്ചു പിടിക്കാൻ. അങ്ങനെ 1 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഇടത് മൂക്ക് അടച്ചു പിടിച്ച് വലത് മൂക്ക് കൊണ്ട് ശ്വാസം എടുക്കുകയും വിട്ടുകളയുകയും ചെയ്യുക 1 മിനിറ്റ് നേരം. അതിനുശേഷം 5 മിനിറ്റ് ചന്ദ്രനെ തന്നെ നോക്കിയിരിക്കുക. ഏകാഗ്രത വേണം. സമയത്തായിരിക്കണം നമ്മളുടെ ആഗ്രഹം വിശദമായി ചിന്തിക്കേണ്ടത്. അത് നടന്നതായി കരുതി സന്തോഷിക്കുക. നിങ്ങളുടെ ഏതാഗ്രഹമാണെങ്കിലും അത് നടന്നതായി സങ്കല്പിച്ച് അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഒരു ഫിലിം കാണുന്ന പോലെ വിഷ്വൽ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ആ ആഗ്രഹം പ്രാർത്ഥിക്കാം. യൂണിവേഴ്സിൻ്റെ എനർജി, മൂണിൻ്റെ എനർജി നമ്മളിലേക്ക് വരുന്നതായി സങ്കല്പിക്കുക. നമ്മളിലേക്ക് മൂണിൻ്റെ എനർജി വരുന്നു. ആ എനർജി സ്പ്രെഡായി എല്ലാവരിലേക്കും പോകുന്നു എന്ന് സങ്കല്പിക്കുക. 5 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. കണ്ണുകൾ തുറന്ന് ചന്ദ്രനെ നോക്കാം. യൂണിവേഴ്സിനോട് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു എന്ന് 3 പ്രാവശ്യം പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിറ്റേഷനിൽ നിന്നും ഉണരാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനിൽ നിന്നും എഴുന്നേൽക്കാവുന്നതാണ്. ഇനി ഇത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും. അത്രമേൽ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി, അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം നിംസ്.